ഇത് എൻ്റെ വീടാണ്. അച്ഛനുണ്ടാക്കിയ വീടാണ്. ഇവിടെ പഴയ വീടുണ്ടായിരുന്നു. 42-ലാണ് അച്ഛൻ ഇവിടെ വന്നത്. അതിനു മുമ്പ് ഞങ്ങൾ വിജയമന്ദിരം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഇവിടുന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഉണ്ട്. അവിടെയാണ് ഞാനും എൻ്റെ പെങ്ങളൊക്കെ ജനിച്ചത്. അവിടെയാണ്. അച്ഛനും അവിടെയാണ് താമസിച്ചിരുന്നത്. അച്ഛൻ്റെ അനുജൻ ജിനേന്ദ്രൻ അവിടെയാണ് താമസിച്ചിരുന്നത്. പിന്നീട് 42-ലാണ് ഇവരുടെ ഭാഗം കഴിഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അന്ന് ഇവിടെ മുഴുവൻ കാടായിരുന്നു. ഈ തോട്ടങ്ങളും കൽപ്പറ്റ വിട്ടാൽ ഇവിടെ എത്തുന്നവരെ കാടാണ്. ധാരാളം മൃഗങ്ങളും പക്ഷികളൊക്കെ അന്നുണ്ടായിരുന്നു. ഇന്നത്തെ പോലെയൊന്നുമല്ല. അന്ന് സ്കൂളിലേക്ക് ഞാൻ പോകുമ്പോൾ സൈക്കിളിലാണ് പോവുക. ഞാനൊരു അടിയനുണ്ടായിരുന്നു, പത്മരാജൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ച ആളാണ്. ഞങ്ങൾ രണ്ടാൾ ഒന്നിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് വഴിക്കിൽ പുലീനെ കാണും, ചെന്നായ്ക്കളെ കാണും, കരടീനെ കാണും. അതെല്ലാം അന്ന് കൂട്ടുകാരെ പോലെയായിരുന്നു. സൈക്കിൾ അവിടെ നിർത്തും, അത് കടന്നു പോകും, റോഡ് മുറിച്ച് പോകും. അന്ന് എൻ്റെ ഈ വീട്ടിൻ്റെ മുറ്റത്ത് കാണുന്ന പാറേൻ്റെ മുകളിൽ രാവിലെ ഈ സൂര്യൻ ഉദിച്ചിങ് വരുമ്പോൾ, ഇളം ചൂട് വരുമ്പം പുള്ളിപ്പുലി വന്നുകൊണ്ടിരിക്കും വായും തുറന്നിട്ട്. ഞങ്ങളതൊക്കെ ദിവസം കാണുന്ന ആളുകളായിരുന്നു. അന്ന് വൈകുന്നേരം 6 മണിയായി പിന്നെ എല്ലാം ഇരുട്ടാണ്. അന്ന് വാച്ച് നോക്കണ്ട, വൈകുന്നേരമായോ സമയത്രയാന്ന്. ചീവീടിൻ്റെ ശബ്ദം കേട്ടാൽ അറിയാം സന്ധ്യയെന്ന്. റാന്തൽ വിളക്കൊക്കെ തെളിയിച്ച് ഞങ്ങളെല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ വാലടച്ച് കൂടും. കാരണം 6 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു ശബ്ദം അനക്കാനൊന്നും ഉണ്ടാവില്ല. കാപ്പി ഒരു സമയമാണെങ്കിൽ പാറാവുണ്ടാവും തോട്ടത്തിൽ. അപ്പോൾ അന്ന് ഇവിടെ മണിയടിക്കും. 6 മണി 7 മണി അങ്ങനെ ഓരോ മണിക്കൂർ കൂടുമ്പം അവർക്ക് ഒരു വിവരം അറിയിക്കാൻ. അങ്ങനെ ഇവിടെയൊക്കെ വിറകും മുട്ടിയൊക്കെ കൂട്ടി തീയും കൊടുത്ത ആളുകൾ കാവലുണ്ടാവും. അപ്പോൾ രാത്രിയായാൽ പുലിയുടെ ശബ്ദം കേൾക്കും. അവിടെ നായിനെ പിടിക്കാനും പശുവിനെ പിടിക്കാനൊക്കെ പുലികൾ വരും. അതൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടം ഇവിടെ. ആ കാണുന്ന ചമ്പകമരം എനിക്ക് തോന്നുന്നൊരു 10-100 കൊല്ലം പഴക്കമുണ്ടാവും. അന്ന് ഇവിടെ മലേൻ്റെ മുകളിൽ നിന്ന് വെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. തോട് നല്ല ശബ്ദം ഇങ്ങനെ ആരവം ഇങ്ങനെ കേൾക്കാം. ഇവിടെ നിന്നാൽ അന്ന് വെള്ളത്തിൻ്റെ ആരവം കേൾക്കാം. വെള്ളം ഇഷ്ടം പോലുള്ള സ്ഥലമായിരുന്നു. അന്നത്തൊക്കെ ആണെങ്കിൽ ഒരു 100 കുരുവി പക്ഷികൾ കാണും. ഇപ്പോൾ ഒറ്റ പക്ഷീനെ കാണാനില്ല. പിന്നെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്ന ഇവിടെ വെച്ച് തന്നെയാണ്. അന്ന് ഞാൻ SSLC പഠിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം സ്കൂൾ വന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു കാറിൽ കയറാൻ പറഞ്ഞു. കിഴക്കോത്തുനിന്ന് സ്ഥലമുണ്ട്, അവിടെ വെച്ചാണ് എന്നോട് ആദ്യം പ്രസംഗിക്കാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എൻ്റെ കന്നി രാഷ്ട്രീയ പ്രസംഗം നടന്നത്. അങ്ങനെ ജയപ്രകാശ് നാരായണൻ്റെ മുന്നിൽ പോയി നിന്നപ്പോൾ വലിയൊരു മനുഷ്യൻ. അപ്പോൾ ഞാൻ ചെറുതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു വാട്ട് യു വാണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് പാർട്ടിയിൽ മെമ്പർഷിപ്പ് വേണം. 100 റുപ്യാണ് മെമ്പർഷിപ്പിന്. 50-51. പിന്നെ യു ആർ ടു സ്മോൾ ബട്ട് ഓൺ ഹി വിൽ ഗ്രോ. അങ്ങനെ ജയപ്രകാശൻ മെമ്പർഷിപ്പ് തന്നു. അന്നാണ് എൻ്റെ സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതാണ് വിജയമന്ദിരം. ഒരു കാലഘട്ടത്തിൽ ഇത് വയനാട്ടിൻ്റെ ഒരു തലസ്ഥാനമായിരുന്നു. ഇവിടെയുള്ള ഏത് മധ്യസ്ഥങ്ങളും ജനങ്ങളെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ വന്നിട്ടാണ് തീർക്കുക. ഇവിടെ എൻ്റെ അച്ഛനും ഇളയച്ഛനും താമസിച്ച സ്ഥലമാണ്. അച്ഛൻ്റെ അനുജൻ്റെ പേര് ജിനേന്ദ്രൻ എന്നാണ്. അദ്ദേഹം പിന്നെ പാർലമെൻറ്റ് അംഗമായി. അച്ഛൻ പിന്നീട് MLA ആയി. ഇവിടെയായിരുന്നു. അവിടെയാണ് ഞാൻ ജനിച്ചത്. 36 ജൂലൈ മാസം 22-ാം തീയതി എൻ്റെ ഓർമ്മ. കർക്കിടക മാസമായിരുന്നു. അത്ര പെരുമഴ. ആ മഴയിലാണ് ജനിച്ചത്. അന്ന് ജനിച്ചപ്പോൾ മൂപ്പെത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നാക്കേരയിൽ ആവണക്കെണ്ണൊക്കെ പുരട്ടി അതിൽ കിടത്തിയിരുന്നു അത്ര തന്നെ. അങ്ങനെ വളർന്നതാണ്. ഈ വീട്ടിൻ്റെ ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇത് മുന്നിൽ വയലാണ്. എൻ്റെ നേരെ പിന്നിൽ പുഴയാണ്. മഴക്കാലമായാൽ കർക്കിടകമൊക്കെ ആയാൽ പുഴ നിറഞ്ഞൊഴുകും. ഇവിടെയൊക്കെ വെള്ളം കയറും. ഇവിടെയൊക്കെ വെള്ളം കയറി ഞങ്ങൾ പാണ്ടി കെട്ടിയിട്ട്
തൊഴിഞ്ഞു പോകും ഇവിടെയൊക്കെ. ഗ്രഹണി പിടിച്ച കുട്ടിയാന്ന് പറഞ്ഞിട്ട് മീനെണ്ണയൊക്കെ പറ്റി എന്നെ ഓട്ടും ഇതിലെ കൂടി. അല്ലേ ജിനേന്ദ്രൻ, ഇത് അലപ്പുറയാണ് അന്നത്തെ. അന്ന് സമൃദ്ധമായ കൃഷിയുടെ കാലം. ഞങ്ങൾക്ക് വലിയ ജന്മി കുടുംബമായിരുന്നല്ലോ. ഇവിടെ ഇപ്പോൾ കാണാൻ രണ്ട് പിലാവുണ്ടായിരുന്നു. സമൃദ്ധിയായി ചക്ക കഴിക്കും എൻ്റെ മുകളിൽ. അതൊക്കെ പോയിപ്പം അതൊരു നോസ്റ്റാൾജിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അന്ന് ഇപ്പോൾ അടുത്ത കാലത്ത് അതൊക്കെ പോയത് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാനിവിടെ വന്ന് ആ പിലാവൊക്കെ നോക്കും. നമ്മൾ വേരിവിടെയാണല്ലോ. ലോകത്തിൽ പല ഭാഗങ്ങളിലും പോയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് ഓർക്കുമ്പം ഈ സ്ഥലം ഓർമ്മ വരും. കാരണം എൻ്റെ വേരുകൾ ഇവിടെയാണ്. പല ഓർമ്മകളും ഇവിടെ ഉണ്ട്. ചെപ്പുകൾ തുറന്നാൽ ഓർക്കാൻ പലതുമുണ്ട്. അപ്പോൾ അത് അവനവൻ ജനിച്ച സ്ഥലമാകുമ്പം വലിയൊരു നോസ്റ്റാൾജിയുള്ള സ്ഥലം. ഇന്ന് ഇവിടെ ഇടയ്ക്ക് ഞാൻ വരും. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വന്ന് ഇവിടെ ഇരുന്ന് ആ ചമ്പകത്തിൻ്റെ ചോട്ടിലൊന്ന് പോയിരിക്കും, ആ കാറ്റാടിൻ്റെ ചോട്ടിലൊന്ന് പോയിരിക്കും, ആ പഴയ മാവിൻ്റെ മരം നോക്കും. കൂടെ കളിച്ച് വളർന്ന് പിന്നീട് മരിച്ച് അതൊക്കെ പോയി. ധന്യനും കമലവും നമ്മാമാരുണ്ടായിരുന്നു, അവരൊക്കെ മരിച്ചു പോയി. അങ്ങനെ ഓരോരോ സമൃദ്ധിയായിട്ട് ഇലകളുള്ളത് മരമായിരുന്നു. പിന്നെ ഓരോന്ന് കൊഴിഞ്ഞു നോക്കുമ്പം കുറേ ഇലകൾ കാണാനില്ല. അങ്ങനെയാണ് അതിൻ്റെ ജീവിതം. അങ്ങനെയാണ്. ഇത് വിജയപത്മൻ, ജിനേന്ദ്രൻ്റെ മകനാണ്. ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിരുന്നു കൃഷ്ണമോഹൻ. അദ്ദേഹം മരിച്ചുപോയി. മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. ഇവരൊരു ജ്യേഷ്ഠത്തിയുണ്ട് സബിത, അവരിപ്പോൾ അമേരിക്കയിലാണ്. ഇതാണ് ഞാൻ കുട്ടിക്കാലത്ത് ചാടിക്കളിച്ച പുഴ. ഇന്നിത് ചെറുതായിപ്പോയി പുഴ. അന്ന് വലിയ പുഴയായിരുന്നു. അന്ന് ഈ പാലമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഒരു മുളമ്പാലായിരുന്നു. അത് കടന്നിട്ട് വേണം പോകാൻ. അങ്ങനെ ഒരിക്കൽ പണ്ട് ഇവിടെ കർക്കിടക മാസത്തിൽ വെള്ളം കയറിയിട്ട് തോണി മറിഞ്ഞു പോയി. തോണി വേണം പോകാൻ. രണ്ട് മൂന്നാൾ മരിച്ചു. അതേപ്പറ്റി കുറേ കാലം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്ന് ഈ പുഴയ്ക്ക് ഈ പാലമൊക്കെ പിന്നീട് വന്നതാണ്. ഞാനുള്ള കാലത്തൊന്നും ഈ പാലമൊന്നുമില്ല. കടന്നിട്ട് വഴി മുളപ്പാലം കിടക്കുക എന്ന് പറഞ്ഞാൽ അന്ന് വെള്ളം നിറഞ്ഞു നിൽക്കും. മുളപ്പാലത്തിൽ പാലം തൊട്ട് നിൽക്കും വെള്ളം. അതിൽ കൂടി കിടക്കണമെങ്കിൽ വലിയ ഭയമാണ്. അതാണ് വിജയമന്ദിരം പുഴ. അതാണ് ആ മാവ്. അതാണ് ആ മാവിൻ്റെ മുകളിൽ നിന്നാണ് ഞങ്ങൾ ചാടിക്കളിച്ചത്. ഞാനിരിക്കുന്ന സ്ഥലത്ത് മഹാത്മാഗാന്ധിജി വരികയും താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മുറിയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ ഹരിജനങ്ങൾക്കായി എഴുതി വെച്ചു. ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റിൻ ദാനം സ്വീകരിക്കാനും കൂടിയാണ് ഗാന്ധിജി ഇവിടെ വന്നത്. ഈ മുറിയിൽ വെച്ചിട്ടാണ് എന്നെ അന്ന് ഹിന്ദി മാഷ് എന്ന് പറയും. അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുകയും ഒരു എന്താ പറയുക സത്യാഗ്രഹിയായിട്ട് സ്വന്തം വ്യക്തി സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആളാണ്. കൂട്ടായിട്ടുള്ള വ്യക്തി സത്യാഗ്രഹത്തിൽ ജയിലിലൊക്കെ പോയിരുന്നു. അയാൾ ഹിന്ദി പഠിപ്പിക്കും. അങ്ങനെ ഇവിടെ ഞങ്ങളന്ന് 6ാം ക്ലാസ്സിൽ ഇവിടെ ആദ്യം 6ാം ക്ലാസ്സിലൂടെ പഠിച്ചിരുന്നപ്പം ഇവിടെ വയനാട് ഹൈസ്കൂൾ ഈ മുറ്റത്തായിരുന്നു. ഒരു ഓല ഷെഡാണ്. ഇതിൻ്റെ മുറ്റത്ത് ജെയിൻ അമ്പലത്തിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ അന്ന് ഞങ്ങൾ ഹിന്ദി പഠിപ്പിച്ച് ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തന്നു. ആ സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ടത് അന്ന് ഹിന്ദി പഠിപ്പിച്ചത് ഹിന്ദി മാഷാണ്. അതിൽ ഒപ്പിട്ടിരുന്നത് മഹാത്മാഗാന്ധിജിയായിരുന്നു. കുറേ വർഷം ഞാൻ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ എവിടെയോ പോയി. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇവിടെ വെച്ചിട്ടാണ് എന്നെ മലയാളവും എല്ലാ ഭാഷകളും പഠിപ്പിച്ചത്. നാരായണൻ എന്ന് പറയും, ഹിന്ദി മാഷെന്ന് പറയും. അദ്ദേഹം എന്നോട് പറയുമ്പോൾ ഗാന്ധിജി ഇരുന്ന സ്ഥലമാണിത് കേട്ടോ, അത് ഓർക്കണം എപ്പോഴും എന്ന് പറയും. അതൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ്. അതൊക്കെ അതാണ് ഈ മുറി. ഇതിൽ ഞാൻ ആദ്യത്തെ എൻ്റെ സ്കൂളിലല്ലാതെ മാഷ് എന്നെ പഠിപ്പിച്ചത് ഈ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്. ഇതാദ്യം വയനാട് ഹൈസ്കൂൾ എന്ന പേരിലാണ് തുടങ്ങിയത്.
എൻ്റെ ഇളയച്ചൻ ജിനേന്ദ്രനാണ് ഈ സ്കൂൾ ആരംഭിച്ചത്. അന്ന് വയനാട്ടിലെ ആദ്യത്തെ ഹൈസ്കൂളാണ്. അവിടെ ഓലപ്പുരയിലാണ് സ്കൂൾ തുടങ്ങിയത്. പിന്നീട് അത് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. പിന്നീട് 49 മറ്റാണ് ഇവിടെ വന്നത്. അതാണ് സുബ്ബകൃഷ്ണ മെമ്മോറിയൽ ജെയിൻ ഹൈസ്കൂൾ. അത് കൃഷ്ണഗൗഡർ എന്ന് പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെയും ഇളയച്ചൻ്റെയും അച്ഛനും അമ്മയും അവരുടെ സ്മാരകമായിട്ടാണ് ഈ സ്കൂൾ ഉണ്ടാക്കിയത്. ഈ സ്കൂളിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അന്നത്തെ ലോക്സഭാ സ്പീക്കർ, ആദ്യത്തെ സ്പീക്കർ മൗലങ്കറാണ്, GV മൗലങ്കർ. അത് ഞാൻ വിദ്യാർത്ഥിയായിരുന്നു, 6ാം ക്ലാസ്സിലോ മറ്റോ. അന്ന് ഞാൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, 8ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കാൻ തോന്നുന്നുണ്ട്, എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. അപ്പോൾ അന്ന് ഞാനിവിടെ അവരെ സ്വീകരിക്കാനൊക്കെ കുട്ടികളുടെ കൂട്ടത്തിൽ സ്റ്റേജിലൊക്കെ വന്ന ആളാണ്. ഈ സ്റ്റേജിൽ ഞാനുണ്ടായിരുന്നു അന്ന്, കുറേ കാലങ്ങൾക്ക് മുമ്പാണ്. അന്ന് HC ദാസപ്പ, CP രാമസ്വാമിയർ അവരൊക്കെയാണ് ഉദ്ഘാടനത്തിന് വന്നത്. ഞാൻ SSLC വരെ ഇവിടുന്നാണ് പഠിച്ചത്. ഈ റൂമിലാണ് SSLC ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് SSLCയിൽ പഠിക്കുമ്പോൾ അച്ഛൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയമാണ്, സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോൾ ഇവിടെ ആ കാർ കൊണ്ട് നിർത്തി. ഇന്ന് ഈ മരമുള്ള ഈ സ്ഥലത്ത് കണ്ട് അവിടെ വന്ന് മാഷോട് പറഞ്ഞു, മകനെ ഒന്ന് വിട്ടുതരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ കൂടെ കാറ് കയറിപ്പോയി. ആദ്യത്തെ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത് SSLC പഠിക്കുമ്പോൾ കൊടുവള്ളിയിലെ കിഴക്കോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെയാണ് എൻ്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിലെ പ്രസംഗ പരമ്പര ആരംഭിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ഇടയിൽ എത്ര യോഗത്തിൽ പ്രസംഗിച്ചെന്ന് എനിക്കറിയില്ല. ഇത് വയനാട്ടിലെ ആദ്യത്തെ സ്കൂളാണ്. ഈ സ്കൂൾ വന്നില്ലായിരുന്നെങ്കിൽ അന്ന് വയനാട്ടിൽ പലരും പഠിക്കില്ലായിരുന്നു. കാരണം പഠിക്കണമെങ്കിൽ കോഴിക്കോട്ട് പോകണം. കോഴിക്കോട്ട് പോകാനും പഠിക്കാനൊക്കെ അന്ന് വിഷമമുള്ള കാലമാണ്. കഴിവുള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ ഈ വയനാട്ടിലെ എൻ്റെ സാംസ്കാരിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഈ സ്കൂള് സ്ഥിരപ്രതിഷ്ഠ നേടിയ സ്ഥാപനമാണ്. അതാണ് സുബ്ബകൃഷ്ണ മെമ്മോറിയൽ ജെയിൻ ഹൈസ്കൂൾ. ഈ സ്കൂൾ ഇതുവരെയായിട്ട് അധ്യാപക നിയമത്തിന് ഒരൊറ്റ പൈസയും വാങ്ങിയിട്ടില്ല. കഴിവ് നോക്കി മാത്രം നിയമനം കൊടുക്കുന്ന ഒരു സ്കൂളാണ്. ഈ അധ്യാപകർക്ക് അതറിയാം. ഇന്നും ആ പാരമ്പര്യം നിലനിർത്തുന്ന വളരെ ചുരുക്കം സ്ഥാപനങ്ങളൊന്ന് ഞാൻ പഠിച്ച ഈ ഹൈസ്കൂളാണ്.